ജാതി അധിക്ഷേപം നടത്തിയ വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് JNU വിദ്യാർത്ഥി യൂണിയൻ. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികൾ നടത്തിയ ലോങ് മാർച്ചിൽ സംഘർഷം. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. 10 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. അതിനു മുൻപ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ വിഷയത്തിൽ വ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. എന്തെങ്കിലും നടപടി ഉണ്ടോ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തടയാൻ വലിയ രീതിയിലുള്ള ബലപ്രയോഗം തന്നെയാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വൈസ് ചാൻസലർ നടത്തിയ ജാതി അധിക്ഷേപത്തിൽ വൈസ് ചാൻസലറുടെ രാജിയും അതോടൊപ്പം തന്നെ നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ JNU വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് ഇന്ന് ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വിദ്യാർത്ഥി മാർച്ച് ക്യാമ്പസിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുൻപ് തന്നെ ഗേറ്റുകൾ പൂട്ടി 3 ഘട്ടങ്ങളിലായി പൂട്ടിയതിനു ശേഷമാണ് ഡൽഹി പോലീസ് സുരക്ഷയൊരുക്കിയത്. പ്രത്യേകിച്ച് ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായിരുന്നു ഡൽഹി പോലീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ മാർച്ചുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കൂട്ടുകൾ തകർത്ത വിദ്യാർത്ഥികളെ പിന്നീട് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാനാണ് പോലീസ് ശ്രമിച്ചത്. ഈ ബാരിക്കേഡ് മറികടന്ന് വിദ്യാർത്ഥികൾ പോകാൻ ശ്രമിച്ചതാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഒരു ബലപ്രയോഗം പോലും JNUവിന്റെ സമീപത്ത് ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. JNU വൈസ് ചാൻസലർ വിവരങ്ങൾ നൽകിയത്.